ഇക്കാണുന്ന പല അബദ്ധങ്ങളും പറ്റിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത്. ഉണ്ടാക്കാൻ മുട്ടി നിന്നിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി തലയിൽ കയറിയിട്ട് ഉണ്ടാക്കിയ സാധനമല്ല. ഒരു കമന്റ് വന്നായിരുന്നു, ഒരൊറ്റ കമന്റ്, അതിന്റെ പുറത്ത് മാത്രം ഉണ്ടാക്കിയൊരു സാധനമാണ്. പക്ഷേ താങ്ക്സ് ടു ദാറ്റ് സബ്സ്ക്രൈബർ, ബിക്കോസ് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കിടിയായിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ? സത്യത്തിൽ ഇത്ര മെനക്കെട്ടതിൻ്റെയും അത്ര അബദ്ധങ്ങൾ പറ്റിയതിൻ്റെ എന്തിന് എൻ്റെ കൈ വരെ പൊള്ളിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് എൻ്റെ അവസാനത്തെ ലുക്ക് കണ്ടപ്പോൾ മാറിയേ. അപ്പം എന്തായാലും കുറച്ച് പേപ്പർ എടുത്ത് റോൾ എടുത്തിട്ട് കണ്ട അടുത്ത അബദ്ധം. സത്യത്തിൽ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പേപ്പർ ഫസ്റ്റ് സ്ട്രോ പോലാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ പെൻ സ്റ്റാൻഡിൻ്റെ ബേസ് ആക്കുക. എന്നിട്ട് ബാക്കിയുള്ള പേപ്പേഴ്സ് റോൾ ചെയ്തെടുത്തിട്ട് അത് ഏകദേശം ഒരേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബേസിന് മേളിലേക്ക് ഇത് ഓരോന്നായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. സത്യത്തിൽ നമ്മളെ വീഡിയോയുടെ ആദ്യം കണ്ട കുറച്ച് പ്രശ്നങ്ങളില്ലേ, അത് ഇവിടം തൊട്ടാണ് തുടങ്ങിയത്. കണ്ടില്ലേ നിലമ്പാട് അടിച്ച് ഓരോന്ന് വീഴുന്നത്. നമ്മൾ മേളിൽ ചുറ്റിയെടുത്ത് ആ ഒരു പേപ്പർ കുറച്ചും കൂടെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഇത്. റോൾ ചെയ്ത പേപ്പർ ഗ്ലൂ സ്റ്റിക്ക് ചുറ്റിയെടുത്തിട്ട് അതിൽ നിന്ന് ഊരി എടുത്തിട്ട് പിന്നെയും വട്ടത്തിലാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലാവാത്തവർ ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. അങ്ങനെ നീണ്ട അബദ്ധങ്ങൾക്ക് ശേഷം നമ്മൾ പെൻ സ്റ്റാൻഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഈ 1 മിനിറ്റിന്റെ വീഡിയോ കാണുന്ന കൂട്ടല്ലോ കേട്ടോ, ഇത് അത്യാവശ്യം നല്ല പണിയുണ്ട് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇത് എൻ്റെ തല ഉദിച്ച ബുദ്ധിയായതുകൊണ്ട് എനിക്ക് ആരും കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. പെയിന്റ് അടിച്ചപ്പോൾ ആ ലുക്ക് ഞാൻ അറിയില്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ ബൈ.